മണീസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഔഷധക്കഞ്ഞിയാണ്. ഔഷധക്കഞ്ഞിയെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. കർക്കിടക മാസത്തിലാണ് നമ്മൾ ഔഷധക്കഞ്ഞി വെച്ച് കുടിക്കുന്നത്. അതുപോലെ തന്നെ കർക്കിടക മാസം ഒരു രാമായണ മാസം നമ്മൾ ഒത്തിരി ഉണ്ട്. ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്നതിനുള്ള ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാനിവിടെ പരിചയപ്പെടുത്താം. ഒരാൾക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അതിനുവേണ്ടി ഞവരയരി എടുത്തിട്ടുണ്ട്. ഒരാൾക്കുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് മതി ഒരാൾക്കാവുമ്പോൾ. സൂചി ഗോതമ്പ്, ചെറുപയർ, ഉലുവ, അങ്ങാടിമരുന്ന് എന്ന് പറഞ്ഞാൽ പെരിഞ്ജീരകം, ജീരകം, കരിഞ്ജീരകം, ചതവുപ്പ, ജാതിക്ക, മല്ലി ഇതെല്ലാം കൂടെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടുന്നതാണ്. അങ്ങാടി കടയിൽ കിട്ടും. അത് മേടിച്ച് പൊടിച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ വേണം, 1-ാം പാൽ, 2-ാം പാൽ, പിന്നെ അല്പം നെയ്യ് പൊടിയായിട്ട് ചേർക്കണം. ഇത്രയും സാധനമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത്രയും ഞാൻ പറഞ്ഞ ഒരാൾക്ക് വേണ്ടിയുള്ളതാണ്. ഇത് നമുക്ക് തയ്യാറാക്കി നോക്കാം. കഞ്ഞി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ കലമാണ് എടുത്തിട്ടുള്ളത്, ചെറിയൊരു കലം. അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം ചൂടാകുന്നുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളം ചൂടായി വരുന്നുണ്ട്. നമുക്കിതൊന്ന് ആദ്യമേ ഈ ഞവരയരിയും ഉലുവയും കൂടി ഇട്ട് ഒന്ന് കഴുകിയെടുക്കാം. ഉലുവയും ഞവരയരിയും കൂടെ ആദ്യമേ ഇട്ട് കൊടുക്കേണ്ടത്. കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളം ചൂടായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞവരയരിയും ഉലുവയും കൂടെ കഴുകിയാണ് നമ്മൾ ആദ്യം ഇട്ടേക്കുന്നത്. ഇതൊന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് ബാക്കി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത് ചേർക്കേണ്ടത് സൂചി ഗോതമ്പും പയറുമാണ്. അത് നമുക്ക് രണ്ടും കൂടെ കഴുകിയെടുക്കാം. രണ്ടും കൂടെ ഒന്ന് കഴുകിയെടുക്കണം. ഞവരയരിയും ഉലുവയും തിളച്ച് ഒരുമാതിരി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് സൂചി ഗോതമ്പും ചെറുപയറും കൂടി ഇട്ട് കൊടുക്കാം. ഒരാൾക്കുള്ള കഞ്ഞിയുടെയാണ് ഞാനീ പറയുന്നതൊക്കെ. പഴമക്കാരൊക്കെ അവർ നിർബന്ധമായിട്ട് ഇത് കഴിച്ചിരിക്കും. അതിൻ്റെ ഗുണങ്ങളൊക്കെ അവർക്ക് കൂടുതൽ അറിയാവുന്ന അവർക്കാണ്. നമുക്ക് അടച്ചു വെക്കാം. നമ്മുടെ കഞ്ഞിയുടെ പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2-ാം പാൽ ഒഴിച്ച് കൊടുക്കണം. 2-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. അരമണിക്കൂറായിരുന്നു ഞാനിത് വെച്ചിട്ട്. ഇനി ഇത് ശരിക്കും നല്ലപോലെ വേകണം. കുറച്ച് സമയം എടുക്കുക. നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ കഞ്ഞി ഇവിടെ ഔഷധക്കഞ്ഞി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇപ്പോൾ അങ്ങാടി മരുന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് വെന്ത് വന്നിട്ടുണ്ട്. 1 മണിക്കൂറോളമായി നമ്മളിത് വെച്ചിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. മരുന്ന് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് തിളയ്ക്കണം. തിളച്ചിട്ട് നമുക്ക് 1-ാം പാൽ ചേർക്കണം. നമ്മൾ മരുന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് തിളച്ചിരി നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളത് കൊണ്ട്. കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വാങ്ങി വെക്കാം. നമ്മുടെ ഔഷധക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി അതിന് മേമ്പൊടിയായിട്ട് നമുക്ക് അല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചാൽ മതി. ഇളക്കി ഒന്ന് കൊടുക്കാം. ഔഷധക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഔഷധക്കഞ്ഞിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ ശരീരത്തിന് നല്ല ഓജസ്സും ബലവും തേജസ്സൊക്കെ ലഭിക്കുന്നതിനും ശരീരത്തിന് നല്ല തണുപ്പൊക്കെ ഉണ്ടാകുന്നു. അതിനൊക്കെ വേണ്ടിയാണ് നമ്മളിത് കഴിക്കുന്നത്. കർക്കിടക മാസത്തിൽ നമുക്കറിയാം ശരീരത്തിലെ വേദനകളൊക്കെ ഇളകുന്ന ഒരു സമയമാണ്. അതിനൊക്കെ ഒരു ശമനം കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ കഞ്ഞി കുടിക്കുന്നത്. പഴയുള്ള ആൾക്കാരൊക്കെ ഇത് കൃത്യമായിട്ട് കഴിക്കുകയും ചെയ്യും. 5 കഞ്ഞിയെങ്കിലും കുറഞ്ഞത് ഒരാൾ കുടിക്കണം. എങ്കിൽ മാത്രമേ അടുത്ത കർക്കിടകം വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നിലനിൽക്കണമെന്നുള്ള ഒരു വിശ്വാസമാണ് ഇതിന്. അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒരു കഞ്ഞിയെങ്കിലും വെച്ച് കുടിക്കണം. എൻ്റെ ഈ കർക്കിടക കഞ്ഞി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.